കോളേജുകൾക്ക് സ്വയംഭരണാനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ പരിശോധനയ്ക്കായി ജെ.പി. സിംഗ് ജൂറലിന്റെ നേതൃത്വത്തിലുള്ള UGC സംഘം ഇന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സന്ദർശനം നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് പ്രതിഷേധമുയരുമെന്ന സൂചനയെ തുടർന്ന് കോളേജിന് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചു. എന്നാൽ UGC സംഘത്തെ കോളേജിൽ പ്രവേശിപ്പിക്കില്ലെന്നും കോളേജുകൾക്ക് സ്വയംഭരണാനുമതി നൽകുന്നതിലൂടെ വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ സ്വകാര്യവൽക്കരിക്കുകയാണെന്നും ആരോപിച്ച് SFI പ്രവർത്തകർ രാവിലെ തന്നെ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടാണ് UDF സർക്കാരിന്റേതെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത VS അച്യുതാനന്ദനും പറഞ്ഞു. സംസ്ഥാനത്തെ 11 എയ്ഡഡ് കോളേജുകൾക്കും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവയ്ക്കും സ്വയംഭരണ പദവി നൽകാനാണ് നീക്കം. പ്രത്യക്ഷത്തിൽ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താനെന്ന വാദമുയർത്തി ആത്യന്തികമായി ഇവയെ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ സ്ഥിതിയിലേക്ക് അധപ്പതിച്ചു മാറ്റാനാണ് സർക്കാരിന്റെ കുടില നീക്കം. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളെ ആദ്യം ഓട്ടോണമസ് കോളേജാക്കി മാറ്റുക, പിന്നീട് ഘട്ടം ഘട്ടമായി സ്വാശ്രയ സ്ഥാപനങ്ങളാക്കി പ്രവർത്തിപ്പിക്കുക, ഇതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ ശബ്ദവും അത് നൽകുന്ന താക്കീതും ഉൾക്കൊണ്ട് സർക്കാർ ഈ തലതിരിഞ്ഞ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് UGC സംഘം ഇതുവരെ കോളേജിൽ പരിശോധനയ്ക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഇന്നും നാളെയും കേരളത്തിൽ തങ്ങുന്ന സംഘം യൂണിവേഴ്സിറ്റി കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തും. നേരത്തെ 13 കോളേജുകൾക്ക് സ്വയംഭരണാനുമതി നൽകുന്നതിനായി സർക്കാർ UGCക്ക് ശുപാർശ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 12 കോളേജുകളിൽ സംഘം പരിശോധന നടത്തി. സർക്കാർ നിർദ്ദേശിച്ച 13 കോളേജുകളിലും പരിശോധന നടത്തിയ ശേഷം UGC സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുക. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.